ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SVS ടൈലറിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് മിഷൻ ഉപയോഗിച്ചിട്ട് പ്ലീറ്റ്സ് എങ്ങനെയാണ് വെക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡിൽ നമ്മൾ വെച്ചെടുക്കുന്ന പ്ലീറ്റ്സ് വളരെ ചെറിയതായിരിക്കും. പിന്നെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ കൈകൊണ്ടൊന്നും നമ്മളിതിൽ പ്ലീറ്റ്സ് വെച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അഥവാ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതും കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ എനേബിൾ ആക്കി വെക്കുക. എങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. ഇനിയും ഒരുപാട് എല്ലാവർക്കും ബിഗിനേഴ്സിനും എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുന്ന തരത്തിലുള്ള വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ എൻ്റെതിപ്പോൾ ഹൈ സ്പീഡ് മെഷീനാണ്. ഹൈ സ്പീഡ് മെഷീൻ ആണെങ്കിലും നോർമൽ മെഷീൻ ആണെങ്കിലും ഏത് മെഷീൻ ആണെങ്കിലും നമുക്ക് ഇവിടെ ഈ സ്റ്റിച്ചിങ് ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്. ഞാനിപ്പോൾ സാധാരണ മെഷീനിൽ സ്റ്റിച്ചിങ് ഗ്യാപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതും സ്റ്റിച്ചിൻ്റെ വലുപ്പമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഞാൻ ഓൾറെഡി ഇതിന് മുൻപ് ടൈലറിങ് ക്ലാസ്സിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ തുടക്കക്കാർക്കൊക്കെ ആർക്കെങ്കിലും അറിയാതെ ഉണ്ടെങ്കിൽ ആ ക്ലാസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ക്ലാസ്സിൽ ഏത് ക്ലാസ്സിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റിച്ചിങ് ഗ്യാപ്പ് ആദ്യമേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ എൻ്റെ മെഷീനിൽ 3ലാണ് സ്റ്റിച്ചിങ് ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്ലേറ്റ്സ് ഇടാനായിട്ട് ഈ സ്റ്റിച്ചിങ് ഗ്യാപ്പ് ഇതുപോലെ ഞാൻ 5ലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഏറ്റവും കൂടുതലുള്ള നമ്പറിലേക്ക് ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5ലേക്ക് ഞാനിപ്പോൾ സ്റ്റിച്ചിങ് ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂലിൻ്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ലെങ്ത്ത് കൂടുതലായിരിക്കും. നൂലിൻ്റെ ആ സ്റ്റിച്ച് വരുന്ന ലെങ്ത്ത് കൂടുതലായിരിക്കും, സ്റ്റിച്ചിങ് ഗ്യാപ്പ് കൂടുതലായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ ഇതുപോലുള്ള ഒരു തുണി ആണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ രീതിയിലായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഗ്യാപ്പ് നോക്കിയേ, നല്ല ഇതുപോലെ നല്ല വലിപ്പത്തിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം കേട്ടോ. സ്റ്റിച്ച് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് ഇതുപോലെ കുറച്ച് നൂല് എക്സ്ട്രാ വിടണേ. എന്നിട്ട് ഇപ്പോൾ നല്ല വലിപ്പത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഒരു നൂല്, ഇതിലിപ്പോൾ 2 നൂലാണ് ഉള്ളത്. എന്നിട്ട് അതിൻ്റെ ഒരു നൂല് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. 2 നൂലുകളും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ ഒരു നൂല് ഇതുപോലെ ഒന്ന് പിടിക്കുക. എന്നിട്ട് ഈ തുണി പതുക്കെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഒറ്റ നൂല് ഇതുപോലെ പിടിച്ചിട്ട് വേണം കേട്ടോ ആക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ പ്ലീറ്റ്സ് വരും. കുഞ്ഞു പ്ലീറ്റ്സ് ആണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു മെത്തേഡാണിത്. ഈ പ്ലേസ് കാണാനും നല്ല ഭംഗിയാണ്. നമ്മൾ ഫ്രോക്കിനൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. കൈകൊണ്ട് പ്ലീറ്റ്സ് വയ്ക്കുമ്പോൾ നമുക്ക് വലിപ്പമൊക്കെ കറക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അതേപോലെ തന്നെ ഞാൻ ഈ സൈഡിലും ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ സൈഡിലും ഒരു നൂല് ഇതുപോലെ 2 നൂലുള്ളതിന് ഒരു നൂല് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് തുണി ഇതുപോലെ വളരെ പതുക്കെ ചെയ്തെടുത്താൽ മതി. നൂല് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് വളരെ പെട്ടെന്ന് വലിച്ചൊക്കെ എടുത്താൽ. അതുകൊണ്ട് നിങ്ങൾ വളരെ പതുക്കെ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പ്ലീറ്റ്സ് ഒക്കെ എല്ലാ സൈഡിലും കറക്റ്റ് വലിപ്പത്തിൽ തന്നെ കിട്ടും. നല്ല ഭംഗിയാണ് ഇതുപോലെ പ്ലീറ്റ്സ് വെച്ചിട്ട് ഫ്രോക്ക് തയ്ച്ചത് കാണാനായിട്ട്. നമ്മൾ തുണി എത്ര എടുക്കുന്നോ അത്രത്തോളം നമുക്ക് പ്ലീറ്റ്സ് ഇതിൽ കിട്ടും. തുണിയുടെ വീതി നമ്മൾ കുറച്ചെടുത്തെങ്കിൽ അതിനനുസരിച്ചിട്ട് പ്ലീറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇതുപോലെ ഞാനിപ്പോൾ കോട്ടൺ തുണിയാണ് ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് തരം തുണിയാണെങ്കിലും കുഴപ്പമില്ല, ഈ രീതിയിൽ പ്ലീറ്റ്സ് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ഭംഗി ഉണ്ടാവും. ഇതുപോലെ എല്ലാ പ്ലീറ്റ്സ് ഒക്കെ കൂടി നിൽക്കുന്ന രീതിയിൽ ചെയ്യരുത്. എല്ലാ സൈഡിലേക്കും പ്ലീറ്റ്സ് ഒക്കെ ഒരുപോലെ വരുന്ന രീതിയിലായിട്ട് തന്നെ ഇതുപോലെ ചെയ്തു കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതുപോലെ വന്നിട്ടുണ്ട്.
വളരെ എളുപ്പമല്ലേ? അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒരു ഫ്രോക്ക് ഒന്ന് തയ്ച്ചു നോക്കാം കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് പ്ലീറ്റ്സ് വെച്ചിട്ടുള്ള ഫ്രോക്കിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. എനിക്കിത് നല്ല ഭംഗിയായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. വളരെ ഈസിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.